ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹെൽത്തി ആയിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ചിക്കൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടെടുക്കുന്നത്. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് 2-3 പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 3 മണിക്കൂറോളം കുതിരാനായിട്ട് മാറ്റി വെക്കണം. 3 മണിക്കൂറിന് ശേഷം ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എടുക്കുകയാണ്. പിന്നീട് നമുക്ക് ഇതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരി നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങ ചിരവിയതും കൂടെ ചേർത്തിട്ട് പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ്. കോഴിമുട്ട കൂടെ ചേർത്തിട്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ ഒരു മിക്സ് നമ്മളൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ലൂസും ആക്കേണ്ട, അതുപോലെ നല്ല കട്ടിയിലും അരച്ചെടുക്കേണ്ട. ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ്ങൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഒന്ന് നമുക്ക് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർന്നിട്ട് സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റ് ആക്കിയത് ഒരു ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒക്കെ പച്ചമുളകൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുകയാണ്. മസാലേൻ്റെ പച്ചമുളകൊന്ന് മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച ആ ഒരു ചിക്കന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്നാക്സ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് നമ്മൾ അരച്ചെടുത്ത ഒരു ബാറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ആവിയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച ഈ ബാറ്റർ ഇതിലേക്കൊന്ന് ഇഡ്ഡലി തട്ടിൻ്റെ 3/4 ഭാഗത്തോളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിക്കാതെ 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കണം കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഈ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് റെഡിയായിട്ട് കിട്ടും. 15 മിനിറ്റ് ആയതിനു ശേഷം നമ്മളിത് തുറന്നെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സ്നാക്സ് ഇവിടെ നന്നായിട്ട് തന്നെ വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഈ രീതിയിൽ തന്നെ അടുത്ത ഇഡ്ഡലി തട്ടും വെച്ച് ഇതേപോലെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ആദ്യം ഇതുപോലെ തന്നെ 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ആദ്യം റെഡിയായ സ്നാക്സ് ഇവിടെ ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇഡ്ഡലി തട്ടുന്ന നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട്
അടർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വേവായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. നമുക്ക് ആവിയിൽ വേവിക്കണോണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ചിക്കനൊക്കെ ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഒന്ന് ചൂടാറി എല്ലാം ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലോ ബ്രേക്ക്ഫാസ്റ്റിനോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബായ്.